തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മലപ്പുറം ജില്ലാ വിഭജനം എന്നുള്ള ആവശ്യം ഉയർത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് MLA. താനൂർ, തിരൂരങ്ങാടി, പൊന്നാനി താലൂക്കുകൾ ഉൾപ്പെടുത്തി തീരദേശ ജില്ല രൂപീകരിക്കണം എന്നുള്ള ആവശ്യവുമായി തിരൂർ MLA കുറുക്കോളി മൊയ്തീനാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ജനസംഖ്യാ അനുപാതകമായി വികസനം സാധ്യമാകണമെങ്കിൽ ജില്ലാ വിഭജനം അനിവാര്യമാണ് എന്നുള്ളതാണ് മൊയ്തീന്റെ നിലപാട്. എന്നാൽ ഈ ആവശ്യത്തോട് ലീഗ് യോജിച്ചിട്ടില്ല. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഈ ആവശ്യം ഉന്നയിക്കുമോ എന്ന് KT ജലീൽ വെല്ലുവിളിച്ചിരിക്കുകയാണ്. മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭയിൽ മുസ്ലിം ലീഗ് MLA KNA ഖാദർ 2019 ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2015 മലപ്പുറം ജില്ലാ പഞ്ചായത്തും ഇതേ ആവശ്യം ഉന്നയിച്ച് പ്രമേയം പാസാക്കിയിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് PV അൻവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ല മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2011 സെൻസസ് പ്രകാരം ജനസംഖ്യ 41,10,956 ആണ്. 3,550 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതിയായിട്ട് പറയുന്നത്. 1969 ജൂൺ 16-നാണ് മലപ്പുറം ജില്ല രൂപീകൃതമായത്. ജില്ലയിൽ 7 താലൂക്കുകളും 15 ബ്ലോക്ക് പഞ്ചായത്തുകളും 94 ഗ്രാമപഞ്ചായത്തുകളും ഉണ്ട്. മലപ്പുറം, മഞ്ചേരി, കൊണ്ടോട്ടി, തിരൂർ, പൊന്നാനി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, കോട്ടക്കൽ, വളാഞ്ചേരി, താനൂർ, പാരപ്പനങ്ങാടി, തിരൂരങ്ങാടി എന്നിവയാണ് ജില്ലയിലെ 12 നഗരസഭകൾ. പതിറ്റാണ്ടുകളായിട്ടുള്ള മലപ്പുറത്തുകാരുടെ ആവശ്യമാണ് തിരൂർ കേന്ദ്രീകരിച്ച് മറ്റൊരു ജില്ല. ഇതിനായി വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പെരിന്തൽമണ്ണ മുതൽ ചങ്ങരംകുളം വരെയാണ് ഭൂപരിധി വരുന്നത്. നിലവിലെ കണക്കനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ 50 ലക്ഷത്തോളം ജനങ്ങളുണ്ട് ജില്ലയിൽ. വികസന പ്രവർത്തനങ്ങൾ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നില്ല എന്നുള്ളതാണ് MLA-യുടെ ആക്ഷേപം. മുഖ്യമന്ത്രിയെ അടക്കം കണ്ട് ആവശ്യം ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് കുറുക്കോളി മൊയ്തീൻ. ജില്ലാ വിഭജന ആവശ്യത്തിന് മുസ്ലിം ലീഗിന്റെ പിന്തുണ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. ജില്ല രൂപീകരിക്കുന്നതിന് എതിർപ്പില്ല എങ്കിലും സാമുദായിക പ്രശ്നമായി ഉയർന്നു വരുമെന്നുള്ള ആശങ്കയാണ് CPM-ന്റെ മൗനത്തിന് കാരണം എന്നുള്ളതാണ് BJP പറയുന്നത്. BJPക്ക് സുഗമമായി പ്രവർത്തിക്കാൻ കഴിയാതെ വന്നതോടെയാണ് മലപ്പുറത്ത് 3 ജില്ലാ കമ്മിറ്റി വന്നതെന്നും നിലവിൽ BJP ഇതിന് അനുകൂലമാകും എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലെ സംഘപരിവാറിന്റെ വിദ്വേഷ പോസ്റ്റുകൾക്ക് MLA-യുടെ മറുപടി.